ചടയൻ ഗോവിന്ദന്റെ ജീവിതാനുഭവങ്ങളായിരുന്നു കഴിഞ്ഞ അധ്യായത്തിലൂടെ എല്ലാവരും കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് തുടർന്നും കേൾക്കാം. 1948 ചടയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായത്. ആ സമയം കമ്പിൽ പ്രദേശത്ത് പോലീസും ജന്മിമാരും ഗുണ്ടകളും ചേർന്ന് ഭീകര അന്തരീക്ഷമായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ വഴി നടക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനെ അങ്ങനെ അങ്ങ് വിടാനായിട്ട് പറ്റില്ല അല്ലെ. അതിനെ നേരിടാൻ തന്നെ പാർട്ടി തീരുമാനിച്ചു. ED കൃഷ്ണൻ നായർ, കുഞ്ഞിരാമൻ നായർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ചെറുത്തുനിൽപ്പിൽ ചടയനും സജീവമായി പങ്കെടുക്കുകയും ഗുണ്ടകളെ കായികമായി തന്നെ നേരിടുകയും ചെയ്തു. സംഘടനത്തില് നിരവധി പാർട്ടി പ്രവർത്തകർക്കും ചടയനും ക്രൂരമായ മർദ്ദനമേൽക്കുകയും ചെയ്തു. കമ്പിൽ അങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് ഭീകരത താണ്ഡവമാടി. പോലീസ് ക്യാമ്പ് അവിടെ വെച്ച് കമ്മ്യൂണിസ്റ്റ് വേട്ട തുടർന്നു. അതോടെ ചടയൻ ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ നിന്ന് ഒളിവിൽ പോകേണ്ടതായി വന്നു. എന്നാൽ ആ ഒരു സംഭവത്തോടു കൂടി കമ്മ്യൂണിസ്റ്റുകാരെ വഴിയിൽ തടയാനോ മർദ്ദിക്കാനോ ജന്മിമാരുടെ ഗുണ്ടകള് ധൈര്യം കാട്ടിയിരുന്നില്ല. പിന്നീട് രണ്ടാം ലോക യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് 1945 അതിരൂക്ഷമായ ഭക്ഷ്യക്ഷാമം നാട്ടിലാകെ പടർന്നു പിടിച്ചു. ജനങ്ങൾ ഭക്ഷ്യവിഭവങ്ങൾ കിട്ടാതെ പൊറുതിമുട്ടി. നെല്ലും മറ്റും കൃഷി ചെയ്യുന്ന ജന്മിമാരാകട്ടെ അവയെല്ലാം ഗോഡൌണിൽ സൂക്ഷിച്ച് കരിഞ്ചന്തയിൽ വിറ്റു. കൃത്രിമ ക്ഷാമമുണ്ടാക്കി വൻ ലാഭം അവർ തട്ടിയെടുത്തു. അതോടെ ജന്മിമാരുടെ ഗോഡൌണുകളിൽ സൂക്ഷിച്ച നെല്ലെടുത്ത് പാവപ്പെട്ടവർക്ക് നൽകുക എന്ന സമരരൂപം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചു. നെല്ലിന് ന്യായമായ വില നൽകാൻ ജനങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ജന്മിമാർ അതിന് തയ്യാറായിരുന്നില്ല എന്ന് തന്നെ പറയാം. അതോടെ നെല്ല് ബലമായി എടുത്ത് വിതരണം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് കർഷക സംഘം നേതാക്കളും പ്രവർത്തകരും നിർബന്ധിതരായി. 1948 ചേലേരിയിലെ നെല്ലെടുപ്പിന് 2 ജന്മിമാരുടെ വീടുകളായിരുന്നു അവർ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ ലക്ഷ്യസ്ഥാനത്ത് പ്രതികൂല സാഹചര്യങ്ങൾ മൂലം സാധിച്ചിരുന്നില്ല. PP അനന്തൻ നമ്പ്യാരുടെ വീട്ടിലെത്തി പത്തായം കുത്തി തുറന്ന് നെല്ലെടുത്തു. ചടയൻ ഉൾപ്പെടെ 30 ഉശിരൻ പ്രവർത്തകര് അതിൽ പങ്കെടുത്തു. അനന്തൻ നമ്പ്യാരുടെ മുറ്റത്ത് വെച്ച് തന്നെ കുറെ പേർക്ക് ആ നെല്ല് വിതരണം ചെയ്യുകയും ചെയ്തു. ശേഷിക്കുന്നത് പ്രവർത്തകർ കൊണ്ടുപോയി പട്ടിണിയിലായിരിക്കുന്ന ജനങ്ങൾക്ക് വിതരണം ചെയ്തു. അനന്തൻ നമ്പ്യാർ കോൺഗ്രസിന്റെ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റാണ്. കൂടാതെ പോലീസില് വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയും. നെല്ലെടുപ്പ് സംഭവത്തോടെ പോലീസ് ആ പ്രദേശത്ത് നരനായാട്ടു നടത്തി. കമ്മ്യൂണിസ്റ്റുകാർക്ക് അവിടെ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയായി. MSPക്കാർ വീടുകൾ അരിച്ചു പെറുക്കി തുടങ്ങി. ചടയനും അനന്തൻ എന്ന പ്രവർത്തകനും കൂടി അവിടെ നിന്ന് നടന്നു. പാടിക്കുന്ന് എന്ന വിജനമായ സ്ഥലത്താണ് അവർ ഇരുവരും നടന്ന് ക്ഷീണിച്ചെത്തിയത്. ചെന്നുപെട്ടത് MSPക്കാരുടെ മുമ്പിലും. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ തുടങ്ങിയ മർദ്ദനം വഴി നീളെ തുടർന്നു. നെല്ലെടുപ്പ് സമരം നടന്ന അനന്തൻ നമ്പ്യാരുടെ വീട്ടിൽ എത്തുന്നതുവരെ ഭീകരമായി അവരെ തല്ലി. അതിനുശേഷവും ക്രൂരമർദ്ദനം തുടർന്നു. കമ്പിലെ പോലീസ് ക്യാമ്പിൽ അവരെ കൊണ്ടുപോയി. അവിടെയും ഇടതടവില്ലാത്ത മർദ്ദനമായിരുന്നു. മങ്ങാട്ടുപറമ്പിലെ പോലീസ് സ്റ്റേഷനിലും ഭീകരമായ മർദ്ദനം. ജീവശവമായതിനു ശേഷമാണ് ചടയനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. 1950കളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ച് നാടക പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയെ വളരെയേറെ സഹായിച്ചിരുന്നു. 1952-53 കാലത്ത് ചടയന്റെ നേതൃത്വത്തില് കണ്ണാടിപ്പറമ്പില് ഒരു കലാസമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു. ആ കലാസമിതിയുടെ നേതൃത്വത്തില് വികാസം, സർവേ കല്ല് തുടങ്ങിയ നാടകങ്ങൾ പാർട്ടി യോഗങ്ങളിൽ അവതരിപ്പിച്ചു. അതിലെ പ്രധാന വേഷം അഭിനയിച്ചതും ചടയനായിരുന്നു. 40കളുടെ അവസാനവും 60കളിലുമായിട്ട് കലാസാഹിത്യ പ്രവർത്തനങ്ങളിലും ചടയൻ സജീവമായിരുന്നു. 1949 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുകയാണ്. ചിറക്കൽ താലൂക്കില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി യശോദ ടീച്ചറായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട സമയമാണിത്. കമ്പിൽ മേഖലയിലെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിച്ചത് ചടയനായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരത്തിന്റെ ഭാഗമായിട്ട് പ്രകടനം നടത്താൻ കോൺഗ്രസ് ഗുണ്ടകളും പോലീസും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിച്ചിരുന്നില്ല. പോലീസിന്റെ നിരോധനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രായിരു നമ്പ്യാരുടെയും ചടയന്റെയും നേതൃത്വത്തിൽ 200ഓളം പേര് ക്യാമ്പിൽ നിന്ന് കണ്ടകൈയിലേക്ക് ജാഥ പുറപ്പെട്ടു. ജാഥ 9 കിലോമീറ്റർ പിന്നിട്ട് ഓലക്കോട്ട് എത്തിയപ്പോൾ MSPക്കാർ ജാഥയെ വളഞ്ഞു. 1950 മെയ് 6 ചടയൻ 2ാം തവണയും അറസ്റ്റിലായി. പാടിക്കുന്ന് വെടിവയ്പ് കഴിഞ്ഞിട്ട് കേവലം 2 ദിവസം മാത്രമേ ആയിട്ടുള്ളായിരുന്നു. ചടയൻ ഒളിവിൽ കാട്ടാമ്പള്ളിയിൽ എത്തിയപ്പോൾ പോലീസിന്റെ പിടിയിലായി.
പാടിക്കുന്നിൽ 3 സഖാക്കൾ രക്തസാക്ഷികളായതിനെ ചൂണ്ടിക്കാട്ടി പോലീസ് ഉദ്യോഗസ്ഥർ ആക്രോശിച്ചു. പാടിക്കുന്നിൽ 3 പേരെ ഞങ്ങൾ കൊന്നു, നിങ്ങളെയും കൊല്ലും. ചടയനെയും കൂടെയുണ്ടായിരുന്ന കാക്കാമണിയെയും കയറളം ക്യാമ്പിൽ കൊണ്ടുപോയി. അതിഭീകരമായ മർദ്ദനമാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ചടയന്റെ മൂത്രദ്വാരത്തിൽ പച്ചീർക്കിൽ കയറ്റി കഠിനമായി അദ്ദേഹത്തെ ദ്രോഹിച്ചു. അടിയും ചവിട്ടും മറ്റു പീഡനവും ഏൽറ്റപ്പോൾ ചടയൻ അബോധാവസ്ഥയിലായി. മരിച്ചുവെന്ന് കരുതി പോലീസ് ഒരു മൂലയിൽ തള്ളി. ചടയനും കാക്കാമണിയും മരിച്ചുവെന്ന വാർത്തയാണ് പിന്നീട് നാട്ടിൽ പരന്നത്. അതോടെ നാടെങ്ങും പ്രതിഷേധ ജാഥകൾ സംഘടിപ്പിക്കപ്പെട്ടു. ചടയനും മണിയും ജീവനോടെ ഉണ്ടെന്ന് പരസ്യമായി പറയാൻ പോലീസ് ഉദ്യോഗസ്ഥർ അതോടെ നിർബന്ധിതരായി. ഒരാഴ്ചയോളം പിന്നിട്ടപ്പോൾ ഇരുവരെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. 7 മാസത്തെ ജയിൽവാസത്തിനു ശേഷം ചടയൻ മോചിതനായി. 1952 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരിക്കൂർ ഫർക്ക കമ്മിറ്റി അംഗമായി ചടയൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 62 പാർട്ടിയുടെ ഇരിക്കൂർ ഫർക്ക കമ്മിറ്റി സെക്രട്ടറിയും മണ്ഡലം കമ്മിറ്റി അംഗവുമായി. 64 CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 65 ചൈന ചാരന്മാരെന്ന് ആക്ഷേപിച്ച് CPIM നേതാക്കളെ കൂട്ടത്തോടെ സർക്കാർ ജയിലിലടച്ചു. ചടയനും ജയിലിൽ അടയ്ക്കപ്പെട്ടു. 69 ചിറക്കൽ താലൂക്ക് ഹാൻഡിലും വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറിയായി ചടയൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1977 അദ്ദേഹം CPIM കണ്ണൂർ ഏരിയ സെക്രട്ടറിയായി. 63 മുതൽ 1.5 പതിറ്റാണ്ടിലേറെ കാലം ചടയൻ നാറാത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. 77 അഴീക്കോട് MLA ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലും പൊതുമേഖലാ പ്രവർത്തന രംഗത്തും ജനപ്രതിനിധി എന്ന നിലയിൽ ശക്തമായി ഇടപെടാൻ ചടയന് സാധിച്ചു. 1996 CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന EK നായനാർ മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ടതിനെ തുടർന്ന് ചടയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പാർട്ടിയിൽ തലപൊക്കിയിരുന്ന വിഭാഗീയതയ്ക്കെതിരെ നിഷ്പക്ഷമായ നിലപാടെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സൗമ്യമായ ഇടപെടലുകൾ വളരെയേറെ സഹായിച്ചിരുന്നതായി സമകാലികർ വിലയിരുത്തിയിട്ടുണ്ട്.